ആശാനെ അത് കഴിക്കരുത്, അവന്റെ ഐഡിയ ആണ്. വെറുതെ ആശാനെ ആശാൻ കഴിക്കും. ആശാനെ കഴിക്കരുത്, വീണു പോവും. വീണുപോയി. കഴിക്കടാ. ആരും വീണുപോകും. The Salt Restaurant, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ സ്കൂളുകളിൽ മൈക്രോ ഗ്രീൻസ് ഉൽപാദന പദ്ധതിക്ക് തുടക്കമായി. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതിയിൽ നൂതന പ്രൊജക്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോഷക സമൃദ്ധം സാധാരണ പച്ചക്കറികളെക്കാൾ 4 മുതൽ 40 മടങ്ങ് വരെ വിറ്റാമിനുകളും മിനറലുകളും അടങ്ങിയിരിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. വിറ്റാമിൻ സി, ഇ, കെ, ബീറ്റാ കരോട്ടീൻ മുതലായവ സമൃദ്ധമായി ലഭിക്കും. ഫൈബർ ഉള്ളതിനാൽ കുടലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഹൃദയാരോഗ്യം, കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇളങ്കാവ് സർക്കാർ LP സ്കൂളിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. അതുകൊണ്ട് ആ തരത്തിലൊരു കാഴ്ചപ്പാടാണ് ഭരണസമിതിക്ക് എപ്പോഴും ഉള്ളത്. ഇവിടെ ഈ സ്കൂളിലേക്ക് പദ്ധതി നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോഴും ആദ്യമേ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കുഞ്ഞുങ്ങൾക്കാണല്ലോ നമുക്കിത് കുറക്കേണ്ടത്. കാരണം നമുക്ക് ആരോഗ്യമുള്ള ഒരു ജനതയെ, ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വവും കടമയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വാർഡ് മെമ്പർ ദിവ്യ സാലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ KK ഹുസൈൻ, ഷജി ബസി, ഇംപ്ലിമെന്റ് ഓഫീസറും സ്കൂൾ പ്രധാനാധ്യാപികയുമായ ഷെർമി ജോർജ്, വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി, കോതമംഗലം ഉപജില്ലാ നൂൻമിയൽ ഓഫീസർ ഷിജോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നതിന് ആവശ്യമായ ഭക്ഷണം മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത്. ഈ മൈക്രോഗ്രീൻസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ വിത്തുകൾ മുളച്ചു വരുന്ന ആ ചെടികൾ ചെറിയ പ്രായത്തിൽ പൂർണ്ണമായിട്ടും മുഴുവനായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു രീതിയാണ് മൈക്രോഗ്രീൻസിനുള്ളത്. അപ്പൊ നമുക്കിത് പാകമായി എടുക്കാൻ വേണ്ടിയിട്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കാക്കര.